ശ്രീ എ സജീവൻ ഇപ്പോൾ മറ്റു കേന്ദ്ര ഏജൻസികളും വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണല്ലോ. ശരി, ശ്രീ എ സജീവൻ, മറ്റു കേന്ദ്ര ഏജൻസികളും ഇങ്ങോട്ട് വരാൻ പോകുന്നു, ED വീണയെ ചോദ്യം ചെയ്യും എന്നടക്കമുള്ള വാർത്തകളാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി വന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ എൻ്റെ രക്തം ദാഹിക്കുന്നവരാണ് ഇതിന് പിന്നിൽ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ആ രക്തം കിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ മറുപടി എത്രത്തോളം വ്യക്തതയുള്ളതായിരുന്നു ശ്രീ എ സജീവൻ? മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ രണ്ട് രീതിയിലാണ്. ഒന്ന്, അദ്ദേഹം പതിവ് പോലെ പലപ്പോഴും ക്ഷുഭിതനാവുന്നൊരവസ്ഥയിൽ അതാണ് അദ്ദേഹം ഈ എൻ്റെ രക്തത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുള്ളത്. പക്ഷേ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇത് കോടതിയിലാണല്ലോ, കേസാണല്ലോ, അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഇപ്പം മുഖ്യമന്ത്രി എടുത്ത ഈ നിലപാട് അതാണ് CPM-ൻ്റെ നേതാക്കന്മാർ, ഇടതുപക്ഷ നേതാക്കന്മാർ എടുക്കേണ്ടത്. ഇതൊരു അന്വേഷണ ഏജൻസിയാണ്. അത് കൂട്ടിലടച്ച തത്തയാണോ, കൂട്ടിലടച്ച പഞ്ചവത്തിന് പറഞ്ഞ തത്തയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. എന്തായാലും ED എന്ന് പറഞ്ഞ് ED വന്നിട്ടില്ല, ED വരുമെന്ന് പറയുന്നു. ഈ SFIയോടെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞ വളരെ കൃത്യമാണ്. ഇവിടെ ഷിബു മീരാന് അറിയാത്തതുകൊണ്ടല്ല അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി ഈ പത്രസമ്മേളനത്തിനെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാണ് ഷിബു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞൊരു കേസിൽ മുഖ്യമന്ത്രി ഇവിടെ പരസ്യമായി പറയുമെന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാക്കന്മാർ പറയുമെന്ന് നമ്മൾ വിചാരിക്കുമോ? ഒരിക്കൽ പോലും ഇല്ല. കാരണം ഇത് പിന്നീട് കോടതിയിലാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, കോടതിയിലാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അത് അതിൻ്റെ അഭിഭാഷകർ അവതരിപ്പിക്കും എന്നുള്ളതാണ് അവർ പറയേണ്ടത്, അപ്പോൾ പറയാൻ സാധ്യതയുള്ളത്. അതങ്ങനെ പോകട്ടെ. ഒരു കാര്യമുള്ളത്, SFIO അന്വേഷിച്ചിട്ട് കുറ്റപത്രം സമർപ്പിച്ചതിന് പിറകെ ED വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ED വരുമ്പോൾ പേടിക്കേണ്ടതില്ല. ഈ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഈ ഒരു അന്വേഷണം വന്നപ്പോഴും അത് സത്യത്തിൽ എനിക്ക് കുറേ കൂടി വിശ്വസനീയമായി തോന്നിയത്, കുറേ കൂടി ഗുണകരമായി തോന്നിയിട്ടുള്ള കാര്യം ഈ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് എന്താണ്, മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. കാരണം ഇത് പാർട്ടി ഏറ്റെടുക്കേണ്ട കാര്യമല്ല, ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അത് മുഹമ്മദ് സലീം, ശരി, ബംഗാളിലെ PB പ്രതിനിധി. അപ്പോൾ അദ്ദേഹം അത് വളരെ കൃത്യമാണ്. പാർട്ടി ഇതിൽ ന്യായീകരിക്കാനോ വിമർശിക്കാനോ ഒന്നും പോകേണ്ടതില്ല. അവിടെയാണ്, അതിനോട് ചേർന്നിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ വരുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, കോടതിയിൽ കിടക്കുന്ന കേസിൽ എന്നെക്കൊണ്ട് നിങ്ങൾ പറയിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അതിനുശേഷം അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചില മറുപടിയിൽ കുറച്ച് കടുത്ത രൂപത്തിൽ, അതായത് എന്തുകൊണ്ട് കോടിയേരിയുടെ മകൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ ഈ നിലപാടെടുത്തില്ല എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അതിൽ കോടിയേരിയുടെ പേരുണ്ടായിരുന്നില്ല, ഇവിടെ എൻ്റെ പേരുണ്ട്, എൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കാന്ന്. അതൊക്കെ അദ്ദേഹത്തിന് പറയാം. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട രീതി ഷുബി മീരാൻ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് എന്തിനാണ് ഈ പണം കൊടുത്തത് എന്നുള്ളതാണ്. ഈ എന്തിനാണ് കൊടുത്തത് എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഇവിടെ വീണ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അത് മുഖ്യമന്ത്രിയുടെ മകളായിപ്പോയി എന്നുകൊണ്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവർ നടത്തുന്ന ഒരു സ്ഥാപനം, അവർക്ക് കിട്ടിയിട്ടുള്ള പ്രതിഫലം, ആ പ്രതിഫലം വേറൊരു സ്ഥാപനം കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ അല്ലെങ്കിൽ SFIO അന്വേഷിക്കുമ്പോൾ അവരോട് പറയുന്നു, ആ കോടതിയിൽ കുറ്റപത്രമായി പോകുമ്പോൾ അവിടെ പറയുന്നു. ഇത്തരം കാര്യങ്ങൾ അത് മുഖ്യമന്ത്രി എന്ന വേറൊരു വ്യക്തി അതിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹം ചെയ്തോട്ടെ. ഇവിടെ ED വരുന്നത് പോലും തെറ്റില്ല. കാരണം അന്വേഷണ ഏജൻസികൾ വരും. EDക്ക് വന്നിട്ട് അന്വേഷണം നടത്തുക എന്നല്ലാതെ ഇവിടെ നീതിന്യായ വ്യവസ്ഥ ഉണ്ടായിരിക്കെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ 198 കേസുകൾ ED അന്വേഷിച്ചിട്ട് 196-ലും ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല എന്ന റിപ്പോർട്ട് വരുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ എന്താണ്? അവർ വിചാരിച്ചാൽ ആളുകൾ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ചിദംബരത്തെ വേട്ടയാടി, ശിവകുമാറിനെ വേട്ടയാടി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വേട്ടയാടിയിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വേട്ടകൾ ഉണ്ടായേക്കാം. ഒരു പക്ഷേ ഇത് ഒരു നിയമപരമായ കാര്യം കൂടിയായിരിക്കും. ഇപ്പോൾ നമുക്കറിയാവുന്ന രീതിയിൽ EDക്ക് സാധാരണ ഇതിൽ രണ്ട് രീതിയിലാണ് അന്വേഷിക്കാൻ പറ്റും. ഒന്ന്, ഈ മണി ലോണ്ടറിങ് ആക്റ്റുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷിക്കാം. രണ്ടാമത്തേത് കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട, സാമ്പത്തിക കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും ഏജൻസികളെ കേസെടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോകാം. ഇവിടെ ആദ്യത്തെ ഘട്ടത്തിൽ ഈ 1.72 കോടിയുടെ ആയിരുന്നു, അതിൻ്റെതാണ് കൃത്യമായ കണക്ക് കൊടുത്തു പറയുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറ്റപത്രത്തിൽ പറഞ്ഞുള്ളത് 2.72 കോടിയാണ്. അത് വെച്ചായിരിക്കാം ഒരുപക്ഷെ ED വരാൻ പോകുന്നു എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ കണക്കുകളുണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഉണ്ടായാലും ഉണ്ടെങ്കിൽ അത് വീണയ്ക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട
അതെ, അത് അവർക്ക് കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാവുന്നതാണ്. അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് ഇ ഡി ഇതൊക്കെ അന്വേഷിക്കും. ഇ ഡി എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഏജൻസികൾ ഒന്നാണ്. കോടതി പറഞ്ഞ പോലെ പക്ഷേ ഈ CBI കുറിച്ച് പറഞ്ഞ പോലെ ഇത് കൂട്ടിലടക്കപ്പെട്ട തത്തയായിരിക്കാം. പലപ്പോഴും എതിരാളികളായിട്ടുള്ള രാഷ്ട്രീയക്കാരെ വേട്ടയാടാൻ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ താങ്കൾ ഈ പറഞ്ഞതുപോലെ കോടതിയിൽ നടക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ മതി. ഈ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ജനങ്ങളോട് ഇത് വിശദീകരിക്കേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിനില്ല എന്ന് കൂടിയാണോ താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. മുഹമ്മദ് സലീം പറഞ്ഞ പോലെ മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടത് ഭരണപരമായ കാര്യങ്ങൾ മാത്രമാണ്. ഭരണപരമായ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കാം. ഏതെങ്കിലും മന്ത്രിമാരുടെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും വകുപ്പുകളുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളെ വിശദീകരിക്കാവൂ. അതല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ പോയിട്ട് സ്വന്തം കുടുംബത്തിൻ്റെ കാര്യത്തിൽ അത് ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി പോവുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം മുഖ്യമന്ത്രി തരം താഴുന്നു എന്നുള്ളതാണ്. അദ്ദേഹം വിശദീകരിക്കാൻ പാടില്ല. ഇനി അദ്ദേഹത്തിൻ്റെ നേരെ വരിക, അത് ആ വാക്ക് പോലും അദ്ദേഹം ഉപയോഗിച്ച് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നത്. എന്നെ വേട്ടയാടുന്നു, എൻ്റെ രക്തത്തിന് വേണ്ടി എന്തിനാണ് അദ്ദേഹം പറയുന്നത്? ഇത് രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള കരാറാണ്. ആ കരാർ നിയമപരമാണോ? അതിൽ കള്ളത്തരത്തിൽ വല്ലതും ഉണ്ടോ? ഇനി അത് എല്ലാം കൂടി അന്വേഷിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്ന് ഇവിടെ സ്ഥാപിക്കാൻ പറ്റിയ SFIക്ക് സ്ഥാപിക്കാൻ പറ്റിയെന്ന് വയ്ക്കുക, അത് വേറെ. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്ക് മറുപടി പറയേണ്ടത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രക്തത്തിന് വേണ്ടിയിട്ട് കുറ്റപത്രത്തിൽ ഒന്നും SFIO പറഞ്ഞിട്ടില്ല. പിന്നീട് മുഖ്യമന്ത്രി അതിൽ ഇടപെട്ട് പറയേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.